എൻ്റെ പേര് സുബൈർ ഇളകുളം. ഞാൻ വയനാട് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ആക്ച്വലി 2017 കാലഘട്ടങ്ങളിലാണ് വയനാട് ജില്ലയിൽ സൈക്ലിംഗ് അസോസിയേഷൻ രൂപീകൃതമാവുന്നതും അതോടനുബന്ധമായിട്ടാണ് വയനാട്ടിലെ സൈക്ലിങ്ങിൻ്റെ പ്രൊമോഷൻ നടക്കുന്നത്. രണ്ടായിരത്തി 2017 ഞങ്ങൾ സൈക്ലിംഗ് ഇവിടെ തുടങ്ങുന്ന സമയത്ത് വളരെ വളരെ ചെറിയ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ 1-2 വർഷത്തോളം വയനാടിൻ്റെ സൈക്ലിങ്ങിനെ കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിലെ അവബോധം നൽകുകയും കുട്ടികളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ക്യാമ്പുകൾ നടത്തി. അത്തരത്തിലാണ് വയനാട് ജില്ലയിലെ സൈക്ലിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വയനാടിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ സൈക്ലിങ്ങിലെ മൗണ്ടൻ ടെറൈൻ ബൈക്കിംഗ് ആണ് ഞങ്ങൾ കൂടുതൽ പ്രൊമോഷൻ നൽകിയിരുന്നത്. അതിനുവേണ്ടിയുള്ള പ്രാക്ടീസുകൾ നൽകി സ്പോർട്സ് കൗൺസിലിൻ്റെയും മറ്റും സഹായത്തോടു കൂടി ഒട്ടനവധി ക്യാമ്പുകൾ, സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ വയനാട്ടിൽ നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ ശേഷമാണ് വയനാട്ടിൽ നിന്നുള്ള കുട്ടികൾ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ 2018 വർഷങ്ങളിലെല്ലാം വയനാട് ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയുണ്ടായി. ഇവിടുത്തെ സ്റ്റേറ്റ് മീറ്റിൽ തൊടുപുഴ വെച്ച് നിൽക്കുന്ന സ്റ്റേറ്റ് മീറ്റിൽ ഫസ്റ്റ് വന്നു. അപ്പോഴാണ് കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നാഷണൽസ് നല്ലോണം ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു 1 ഇയറോളം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ നാഷണൽസ് പോയി. ഹരിയാന പഞ്ചകുലയിൽ വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് നാഷണൽസ്. അവിടെ അണ്ടർ 14 ഗേൾസിൽ 2 സിൽവർ മെഡൽ, 1 മാസ് സ്റ്റാർട്ടിലും 1 ടൈം ട്രയലിലും 2 സിൽവർ മെഡൽ കിട്ടി. 2018 തൊടുപുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 14 വനിതാ വിഭാഗത്തിൽ ഒരു കുട്ടി ആദ്യമായി അണ്ടർ 14 വിഭാഗത്തിൽ 1ാം സമ്മാനം നേടുന്ന ഒരു സാഹചര്യം വയനാടിനുണ്ടായി. അന്നാണ് ഇതിൻ്റെ സാഹചര്യം. ഞങ്ങൾ അപർണ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി അന്ന് ആദ്യമായിട്ട് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്വർണ്ണം നേടുന്ന സാഹചര്യം ഉണ്ടായി. അവിടുന്ന് അങ്ങോട്ടാണ് കുട്ടികളിൽ ഇത് ഞങ്ങൾക്ക് പ്രയത്നിച്ചാൽ അതിവിദൂരത്തല്ല എന്ന് മനസ്സിലാകുകയും കുട്ടികൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ MTB സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 16 കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ഒന്നുമില്ലാതെ കിട്ടി, ഫസ്റ്റ് തന്നു. പിന്നെ ഈ പ്രാവശ്യത്തെ സ്കൂൾസിൽ സെക്കൻഡ് ഉണ്ട്. അതിൻ്റെ നാഷണൽസ് പോയി. അത് ഉത്തരാഖണ്ഡ് വെച്ചായിരുന്നു. പിന്നെ ട്രാക്ക് നാഷണൽസ് പോയിട്ടുണ്ട്. IPയിൽ സിൽവർ മെഡൽ. എനിക്ക് പൊതുവേ സൈക്ലിങ്ങിൽ MTBനോടാണ് താല്പര്യം കൂടുതൽ. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ മെഡൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. സ്കൂൾസിനാണ് സ്റ്റേറ്റിൽ ഫസ്റ്റ് മെഡൽ കിട്ടുന്നത്. പിന്നെ ട്രാക്കിൽ വന്ന് അതിൽ കിട്ടി. ഇപ്പോൾ MTBയിൽ ഗോൾഡും കിട്ടി. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ എല്ലാ ആളുകളും നമ്മൾ 2022 കാലഘട്ടം 2019 മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തിരുന്നു. അന്നും തൊട്ട് വർഷം തന്നെ ഇടുക്കിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വയനാട് ജില്ല 3ാം സ്ഥാനത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പെർഫോമൻസ് ഗ്രാജുവലി ഉയർന്നു വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം 2022 ആദ്യമായിട്ടൊരു സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വയനാട് ആതിഥേയത്വം വഹിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ 3 വർഷമായിട്ട് നാഷണൽസ് പോകാൻ തുടങ്ങി. പിന്നെ 38ാമത്തെ നാഷണൽ ഗെയിംസിൽ വയനാട്ടിൽ നിന്ന് ഒരാളായിട്ട് പോകാൻ പറ്റി. ആകെ ഒരാളാണ് പോയത്. അതിൽ പോകാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ച് അതിൽ തന്നെ നല്ലൊരു പൊസിഷനിലെത്തി. ഒരു എഫേർട്ടിൽ ടോപ്പ് 10 എത്താൻ പറ്റി. ഈ ഒരു വർഷം ഞാൻ ഇപ്പോൾ ഒരു കോച്ചിൻ്റെ അടുത്താണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് സ്റ്റേറ്റിൽ ഒരു മെഡൽ വന്ന്. അത് പെരിന്തട്ടയിൽ വെച്ച് വയനാട് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ നടത്തുകയും ആ വർഷം വയനാട് ജില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരാകുകയും ചെയ്തു. അത് കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉണർവ് വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. തുടർന്ന് വരുന്ന വർഷങ്ങളിലെല്ലാം സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലെ തുടർച്ചയായി കഴിഞ്ഞ 4 വർഷമായിട്ട് വയനാട് ജില്ലയാണ് ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നത്. ഈ വർഷവും വയനാട് ജില്ലയിലെ പൊഴുതനയിൽ വെച്ചിട്ടാണ് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഈ വർഷവും വയനാട് ജില്ല തന്നെയാണ് ഈ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത്. കൂടാതെ തന്നെ വയനാട് ജില്ലയിലെ കുട്ടികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൗണ്ടൻ സൈക്ലിംഗ് മാത്രമല്ല, കുട്ടികൾക്ക് റോഡ് ബൈക്കിങ്ങിലും അതുപോലെ തന്നെ ട്രാക്ക് സൈക്ലിങ്ങിലും കുട്ടികൾ അവരുടെ പ്രാതിനിധ്യം അറിയിക്കാൻ തുടങ്ങി. സ്റ്റേറ്റിൽ 4 മെഡലുണ്ട്, ട്രാക്കിൽ 2 എണ്ണം. അത് കഴിഞ്ഞ വർഷം റോഡിൽ 1 എണ്ണം, MTBക്ക് 1 എണ്ണം. MTBക്ക് സിൽവറും റോഡിന് ഗോൾഡും ട്രാക്കിന് 2 ഗോൾഡും ആയിരുന്നു. നാഷണൽസ് ഞാൻ കഴിഞ്ഞ വർഷം ഒഡീഷയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വർഷം ഒഡീഷയിൽ പോയി. ഇനി അരുണാചൽ പ്രദേശിൽ MTBൻ്റെ നാഷണൽസ് ഉണ്ട്. അതിന് ഞങ്ങൾ 7-ാം തീയതി പോവും.
ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വയനാട് ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യന്മാരായി. കൂടാതെ തന്നെ ഒട്ടനവധി ദേശീയ താരങ്ങളെയും അന്തർദേശീയ താരങ്ങളെയും ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ചൈനയിൽ വെച്ച് നടന്ന ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് ഇതേപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് 4ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു. അതുപോലെ വിവിധ മേഖലകളിൽ ഇന്ന് വയനാടിൻ്റെ ട്രാക്ക് സൈക്ലിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ റോഡ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലും MTB ചാമ്പ്യൻഷിപ്പിലും വ്യക്തിഗത ചാമ്പ്യന്മാരായിട്ടും അല്ലാതെയും ഓവറോൾ ചാമ്പ്യന്മാരായും വയനാടിൻ്റെ കുട്ടികൾ ഏറ്റവും നല്ല പെർഫോമൻസാണ് നടത്തി വരുന്നത്.